السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. ما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുള്ളയുടെ അഖീദത്തു തൗഹീദ് എന്ന കിതാബാണ് അഖീദ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നാം വായിക്കുന്ന ബാബും അതിലെ ഫസ്ലുമെല്ലാം റബ്ബ് എന്നുള്ള പദത്തെ, റുബൂബിയത്തുമായി ബന്ധപ്പെട്ടാണ് ബാബ്. അതിൽ റബ്ബ് എന്നുള്ള പദത്തെ, അല്ലെങ്കിൽ എന്താണ് റബ്ബ് എന്നുള്ളതിനെ തെറ്റായി മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ, അവർ അതിനെ തെറ്റായ രീതിയിൽ മനസ്സിലാക്കുകയും അതിൽ വഴികേടിലാവുകയും ശിർക്ക് സംഭവിക്കുമെല്ലാം ചെയ്ത രീതികൾ പറഞ്ഞു. അവർ മനസ്സിലാക്കിയ രീതികളുടെ പിഴവ് പറഞ്ഞു. അതുപോലെ ഏതൊരാളും ഉലൂഹിയത്തിൽ ശിർക്ക് ചെയ്യുന്നത് അവർ ഇലാഹായി കാണുന്ന ആളിൽ റുബൂബിയത്തിൻ്റെ എന്തെങ്കിലും ഒരംശം ഏതെങ്കിലും തരത്തിൽ അവർ വകവെച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് എന്നെല്ലാം പറഞ്ഞു. ഇനി ഇതിനെ തുടർന്നുകൊണ്ട് ഷെയ്ഖ് എഴുതുന്ന ഭാഗം അർറദ്ദു അല ഹാദിഹി തസവ്വുറാത്തിൽ ബാത്തില, ഈ പിഴച്ച ചിന്താഗതികൾക്ക് അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങൾക്ക് അതിനെതിരെയുള്ള റദ്ദാണ് ഇനി പറയുന്നത്. അഥവാ പലതരത്തിൽ പറഞ്ഞല്ലോ, നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞതുപോലെ ചിലർ അള്ളാഹുവിന് മക്കളുണ്ട് എന്ന നിലക്ക്, ചിലർ അള്ളാഹുവിന് സഹായികളാണെന്ന നിലക്ക്, ചിലർ അള്ളാഹുവിന് സമന്മാരാണെന്ന നിലക്ക്, അങ്ങനെ പല രീതിയിൽ ശിർക്ക് ചെയ്യുന്ന രീതികളുണ്ട്. അപ്പോൾ അതിനെല്ലാമുള്ള റദ്ദായിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എങ്ങനെയാണ് അതിനെ എതിർക്കുന്നത്, അല്ലെങ്കിൽ ഖുർആനിൽ എങ്ങനെയാണ് അള്ളാഹു തആല അതിന് മറുപടി പറഞ്ഞിട്ടുള്ളത്. ഖദ് റദ്ദല്ലാഹു അലാ ഹാദിഹി തസവ്വുറാത്തിൽ ബാത്തിലതി ജമീഅൻ ബിമാ യഅതി, ഈ പറഞ്ഞ വിഗ്രഹങ്ങളെയും അതല്ലെങ്കിൽ അള്ളാഹുവിന് ഇടനിലക്കാരായിക്കൊണ്ടും അള്ളാഹുവിന് പുറമെ മറ്റാളുകളെ സ്ഥാപിച്ചുകൊണ്ടുമെല്ലാം ശിർക്ക് ചെയ്യുന്ന ആളുകൾക്കുള്ള മറുപടിയായി അള്ളാഹു പറഞ്ഞത് റദ്ദ അല അബ്ദത്തിൽ അസ്നാം, വിഗ്രഹങ്ങളെ, സനം ജംഅ അസ്നാം അഥവാ വിഗ്രഹങ്ങൾ, കൊത്തിയുണ്ടാക്കുന്ന രൂപങ്ങൾ എന്ന അർത്ഥത്തിൽ, അങ്ങനെയുള്ള അവയെ ആരാധിക്കുന്നവർക്കുള്ള മറുപടി ആയിക്കൊണ്ട് അള്ളാഹു പറഞ്ഞു ബിഖൗലിഹി, സൂറത്തുൻ നജ്മിലെ 19-20 ആയത്തുകളിൽ അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ വമനാത അസ്സാലിസത്തൽ ഉഖറാ, നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ലാത്തയെ സംബന്ധിച്ച്, ഉസ്സയെ സംബന്ധിച്ച്, മനാത്തയെ സംബന്ധിച്ച് എല്ലാം നിങ്ങൾ ആലോചിക്കുന്നില്ലേ എന്നുള്ളത്. ലാത്ത, ഉസ്സ, മനാത്ത് എന്നുള്ളവരെല്ലാം മുശ്രിക്കീങ്ങൾ വിഗ്രഹങ്ങളുടെ രൂപത്തിൽ കൊത്തിയുണ്ടാക്കിക്കൊണ്ടും അവർക്ക് ചില ക്ഷേത്രങ്ങൾ പോലെ, അഥവാ അവരെ ആരാധിക്കാൻ ചില പ്രത്യേക സ്ഥലങ്ങളിൽ വീട് പോലെ കെട്ടിയുണ്ടാക്കി അത് ആ ക്ഷേത്രത്തിൻ്റെ പണി അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൻ്റെ ജോലിയുമായിട്ട് ഇപ്പോൾ നമ്മുടെ നാടുകളെല്ലാം ബഹുദൈവ ആരാധകരെല്ലാം ചെയ്യുന്നത് പോലെ അതിനായിട്ടൊരാളുണ്ടാവും, ഒരു പൂജാരിയൊക്കെ പോലെ അതിനായിട്ടൊരാളുണ്ടാവും. ആ നിലക്കൊക്കെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളാണ് ലാത്ത്, ഉസ്സ്, മനാത്ത് എന്നീ പറയുന്ന ഈ വിഗ്രഹങ്ങൾ, ഈ ആരാധ്യന്മാർ. അപ്പോൾ അല്ലാഹു തആല അവരെല്ലാം ആരാധിക്കുന്നതിനെ സംബന്ധിച്ച് എടുത്തു പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ അതൊന്നിനും കൊള്ളാത്തവരാണ് എന്നുള്ളത്. ഇതിൻ്റെ തഫ്സീറിൽ വമഅനൽ ആയ, ഈ ആയത്തിൻ്റെ ആശയം കമാ ഖാലൽ ഖുർതുബി റഹിമഹുല്ലാ, ഈ ആയത്തിൻ്റെ തഫ്സീർ ചെയ്യുന്നിടത്ത് പറഞ്ഞു അഫറഅയ്തും ഹാദിഹിൽ ആലിഹത, നിങ്ങൾ നോക്കുന്നില്ലേ, കാണുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ ഈ ഇലാഹുകളെ സംബന്ധിച്ച്, അനഫഅത് ഔ ദറത്, എന്തെങ്കിലും ഉപകാരമുണ്ടാക്കാനോ ഉപദ്രവമുണ്ടാക്കാനോ അവയെ കൊണ്ട് സാധിക്കുമോ, ഹത്താ തകൂന ശുറകാ ലില്ലാഹി തആല, അവർക്ക് അല്ലാഹുവിൽ ഏതെങ്കിലും തരത്തിൽ അഥവാ ഉപകാരം ചെയ്യുന്നതിലോ ഉപദ്രവം തടയുന്നതിലോ ഏതെങ്കിലും തരത്തിൽ അല്ലാഹുവിൽ ഒരു പങ്കുകാരനാകാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടോ. വഹൽ ദഫഅത് അൻ നഫ്സിഹാ ഹീനമാ ഹത്തമഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബുഹു വഹദമൂഹാ, അവർക്ക് പ്രതിരോധിക്കാനെങ്കിലും സാധിച്ചോ, അഥവാ അവരുടെ സ്വന്തത്തെ പ്രതിരോധിക്കാൻ സാധിച്ചോ. ഹീനമാ ഹത്തമഹ, അവയെ നശിപ്പിച്ച തകർത്ത സമയത്ത്, അള്ളാഹുവിൻ്റെ റസൂലും റസൂലിൻ്റെ സ്വഹാബികളും അവയെ തകർത്ത സമയത്ത് അവർക്ക് അവരെ തന്നെ പ്രതിരോധിക്കാനെങ്കിലും സാധിച്ചോ എന്നുള്ളത്. അഥവാ ചരിത്രത്തിൽ കാണാം, സീറയിലെല്ലാം കാണാം, ലാത്ത്, ഉസ്സ്, ലാത്ത് എന്നുള്ളത് ത്വായിഫിലുണ്ടായിരുന്ന ഒരു വിഗ്രഹമായിരുന്നു. ഉസ്സ് എന്നുള്ളത് ഖുറൈശികൾ ആരാധിച്ചിരുന്നതായിരുന്നു. മക്കം ഫത്ത് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിനെ
ഉസ്സ എന്നുള്ള ഈ വിഗ്രഹത്തെ തകർക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. ഉസ്സ എന്നുള്ളത് ഒരു 3 ഈന്തപ്പന മരത്തിന്റെ നടുവിലായിക്കൊണ്ട് സ്ഥാപിച്ച ഒരു വിഗ്രഹത്തിന്റെ ഇതും അതുപോലെ ഈ മൂന്ന് ഈന്തപ്പന തരവും അതിന് തൊട്ടൊരു പിന്നെ ഒരു ആരാധന ഭവനം പോലെ ചെയ്തിരുന്ന കാര്യമായിരുന്നു. അതിന്റെ കാര്യങ്ങൾ നോക്കാൻ മാത്രമായിട്ട് ഒരാളോടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പോവുകയും ആ വൃക്ഷങ്ങളെല്ലാം നശിപ്പിച്ച് അവിടെ ഉണ്ടായിരുന്ന അതെല്ലാം തകർത്ത് തിരിച്ചു വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ എന്തെങ്കിലും കണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാനൊന്നും കണ്ടില്ല, ഞാനിങ്ങനെ നശിപ്പിച്ചു പോന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നീ ഉസ്സയെ നശിപ്പിച്ചിട്ടില്ല, നീ വീണ്ടും ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഭയങ്കര ദേഷ്യമായി. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അന്ന് സൈന്യ നായകനാണ്. വീണ്ടും പോയ സമയത്ത് ആ ഉസ്സയുടെ വിഗ്രഹത്തിന്റെ ആ സ്ഥലത്ത് ഒരു കറുത്ത പെണ്ണ് മുടിയെല്ലാം വലിച്ചിട്ട് മുടിയിലേക്ക് പൊടിയെല്ലാം എറിഞ്ഞ് നഗ്നയായിക്കൊണ്ട് ബഹളമുണ്ടാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിന്റെ പൂജാരി, അവിടെ ഉണ്ടായിരുന്ന പൂജാരി ആയിട്ടുള്ള വ്യക്തി ഉസ്സ എന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു വാളുകൊണ്ട് വെട്ടുകയും അവളെ രണ്ടാക്കി നശിപ്പിച്ച് കളയുകയും ചെയ്തു. അപ്പോൾ തിരിച്ചു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അതാണ് ഉസ്സ എന്ന് പറഞ്ഞു. അഥവാ ഉസ്സ എന്നുള്ള പേരിൽ ഉണ്ടായിരുന്ന, അതായത് ഏതൊരു ഇലാഹിനും ഏതൊരാൾ അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്ന ഇലാഹും യഥാർത്ഥത്തിൽ എന്താണ് ശൈത്താനാണ്. അപ്പോൾ ആ ശൈത്താൻ അതിലൂടെ പലതരത്തിലുള്ള കാര്യങ്ങൾ കാണിക്കും. അപ്പോൾ ഉസ്സ എന്നുള്ള പേരിൽ ഉണ്ടായിരുന്ന ആ രൂപം ആ പെണ്ണിന്റെ ആയിരുന്നു. അങ്ങനെ നശിപ്പിക്കുകയുണ്ടായി. ലാത്തയെ ത്വായിഫിലേക്ക് മുഗീറത്ത് ബിൻ ശുഅബയെയും അതുപോലെ അബൂ സുഫ്യാനെയും മക്കം ഫത്തിന് ശേഷം ലാത്തയെ നശിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചു. ലാത്ത ഒരു വെളുത്ത നിറത്തിലുള്ള കല്ല് പോലെയുള്ള രൂപത്തിലായിരുന്നു. പ്രത്യേകമായ ഒരു സ്ഥലത്ത് അവിടെ വെച്ച് നശിപ്പിക്കുകയുണ്ടായി. ആളുകളെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു, എന്തെങ്കിലും മുസീബത്ത് മുഗീറത്ത് ബിൻ ശുഅബയ്ക്ക് ബാധിക്കുമെന്നുള്ള നിലയ്ക്ക്. പക്ഷേ അവരുടെ മുമ്പിൽ വെച്ച് അതിനെ നശിപ്പിക്കുകയും ഒരു ഉപദ്രവം ബാധിക്കാതെ അവിടുന്ന് പോരുകയും ചെയ്തു. അപ്പോൾ ഇവിടെ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ, സഹാബികൾ ഈ വിഗ്രഹങ്ങളെല്ലാം നശിപ്പിച്ച് കളഞ്ഞതാണ്, തകർത്ത് കളഞ്ഞതാണ്. അപ്പൊ അവർക്ക് സ്വന്തത്തെ പ്രതിരോധിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അവരതിനെ പ്രതിരോധിക്കുമായിരുന്നു. അവർക്ക് സ്വന്തം കാര്യം തന്നെ എന്തായിട്ടില്ല, പ്രതിരോധിക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഉപകാരം വരുത്താനും നിങ്ങളുടെ ഉപദ്രവം തടയാനും ഈ ഇലാഹുകളെ കൊണ്ടാവുക എന്നാണ് ഈ ആയത്തിന്റെ ആശയമെന്ന് ഖുർത്തുബി റഹിമഹുല്ലാ പറയുകയാണ്. അപ്പോൾ നമ്മുടെ നാടുകളിൽ തന്നെ മുസ്ലിമുകളുടെ കൂട്ടത്തിൽ മുസ്ലിം പേരുള്ള ആളുകൾ ജാറത്തിലും മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി അവിടെ ഇലാഹുകളെ ആരാധിക്കുന്ന, അവരുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന ആളുകൾ അവന് ചിന്തിക്കേണ്ട ഈ ഒരു യാഥാർത്ഥ്യമാണ്. അഥവാ ഇപ്പോൾ ഒരാൾക്ക് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇതൊക്കെ ചോദിച്ചിട്ടാണ് പല ആളുകളും ജാറത്തിലും ഖബറിലൊക്കെ പോകുന്നത്. യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് വെക്കാൻ മതി. അവർക്ക് എന്തെങ്കിലും ഒരു ശക്തി ഉണ്ടായിരുന്നെങ്കിൽ, കഴിവുണ്ടായിരുന്നെങ്കിൽ അവർ മരിക്കുമായിരുന്നില്ല, അവർക്ക് മരണം സംഭവിക്കുമായിരുന്നില്ല, അവർ ഖബറിൽ കിടക്കുമായിരുന്നില്ല. ആ ഒരു യാഥാർത്ഥ്യം പോലും മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ കുറച്ച് ചിന്തിച്ചാൽ തന്നെ മനുഷ്യരെ പോലെ ജീവിച്ച് ഭക്ഷണം കഴിച്ച് തിന്നും കുടിച്ചും മലമൂത്ര വിസർജനങ്ങൾ നടത്തി ജീവിച്ച് മരിച്ചുപോയ ഒരാളോട് എങ്ങനെയാണ് ഉപകാരവും ഉപദ്രവവും ആ വിഷയങ്ങളിൽ തേടുക എന്നുള്ളത്. വഖാലത്ത് ആല, മറ്റൊരായത്തിൽ അല്ലാഹു തആല ഇതുപോലെയുള്ള വിഗ്രഹങ്ങളെ അഥവാ അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുന്നതിന്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തുന്നത് കാണാം. വത്ലു അലൈഹിം നബ ഇബ്രാഹിം, സൂറത്ത് ശുഅറയിലെ 69 മുതൽ 74 വരെയുള്ള ആയത്ത്. ഒരുപാട് ചിന്തിക്കാനുള്ള വളരെ മഹത്തരമായിട്ടുള്ള പല സംഭവങ്ങളും പ്രതിപാദിച്ചിട്ടുള്ള ഒരു സൂറത്താണ് സൂറത്ത് ശുഅറ എന്നുള്ളത്. വത്ലു അലൈഹിം നബ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വൃത്താന്തം നീ അവർക്ക് ഓതിക്കൊടുക്ക്. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുക, ഇദ് ഖാല ലി അബീഹി വ ഖൗമിഹി മാ തഅബ്ദൂൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ച സന്ദർഭം തന്റെ ഉപ്പയോടും തന്റെ സമൂഹത്തിനോടും, മാ തഅബ്ദൂൻ, എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്? ഖാലു, അവർ പറഞ്ഞു, നഅബ്ദു അസ്നാമൻ ഫനദല്ലു ലഹാ ആകിഫീൻ, ഞങ്ങൾ ഇതാ ഈ വിഗ്രഹങ്ങളെയാണ് ആരാധിക്കുന്നത്, ഞങ്ങൾ അതിന് ചുറ്റുമായി കൊണ്ട് ഇഅ്തികാഫ് ഇരിക്കും, അഥവാ അത് ചടഞ്ഞുകൂടി ഈ വിഗ്രഹങ്ങളുടെ ചുറ്റും ഇരിക്കും. ഖാല ഹൽ യസ്മഊനകും ഇദ് തദ്ഊൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിക്കുകയാണ്, ഈ വിഗ്രഹങ്ങൾക്ക് നിങ്ങൾ പറയുന്നത് എന്തെങ്കിലും കേൾക്കാൻ സാധിക്കുമോ? നിങ്ങൾ അവരോട് ദുആ ചെയ്യുമ്പോൾ, നിങ്ങൾ അവരോട് തേടുമ്പോൾ അവർക്ക് എന്തെങ്കിലും കേൾക്കാൻ സാധിക്കുമോ? ഔ യൻഫഊനകും ഔ യദുറൂൻ, അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമോ ഉപദ്രവമോ വരുത്താൻ അവരെ കൊണ്ട് സാധിക്കുമോ? ഖാലു ബൽ വജദ്നാ ആബാഅനാ കദാലിക യഫ്അലൂൻ, അവർ പറഞ്ഞ മറുപടി എന്താണ്? ഞങ്ങളുടെ പിതാക്കന്മാർ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടു, അതാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അഥവാ ഷിർക്കിന്റെ നമ്മൾ മുമ്പ് പറഞ്ഞ 2 വാദങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് ശുഫാക്കളാണ്, അല്ലാഹുവിലേക്ക് അടുപ്പിക്കാനുള്ളവരാണ് എന്നുള്ളത്. അതുപോലെ 3ാമത്തെ വാദമാണ് ഞങ്ങളുടെ പിതാക്കന്മാർ, ഞങ്ങളുടെ പൂർവികന്മാർ ഞങ്ങളുടെ കാലങ്ങളായിട്ട് ഇങ്ങനെയാണ് ചെയ്തു വരുന്നത്, ഇതാണ് ശരി എന്നുള്ളത്. ആ രീതിയിലാണ് അവരും പറഞ്ഞിരുന്നത്. ഷെയ്ഖ് പറയുകയാണ്, മുഅല്ലിഫ് ഹഫിളഹുല്ലാഹ് സ്വല്ലല്ലാഹു ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറയുകയാണ്, ഫഖദ് വാഫഖു അലാ അന്ന ഹാദിഹിൽ അസ്നാമ
ലാ തസ്മഉ ദുആ വലാ തൻഫഉ വലാ തദുർ. അവർ അംഗീകരിക്കുന്നുണ്ട് അവരുടെ ഈ ഇലാഹുകൾ, ഇവരെ ഈ വിഗ്രഹങ്ങൾ ദുആന് ഉത്തരം ചെയ്യില്ല, ഉപകാരം ചെയ്യില്ല, അവർക്ക് അത് ഉപദ്രവം വരുത്താൻ സാധിക്കൂല. വഇന്നമാ അബദൂഹാ തഖലീദൻ ലിആബാഇഹിം. അവർ ഈ ഇലാഹുകളെ ആരാധിക്കുന്നത് അവരുടെ ഈ പിതാക്കന്മാരെ പിൻപറ്റിക്കൊണ്ടാണ്, അന്ധമായി പിൻപറ്റിക്കൊണ്ടാണ്. വത്തഖ്ലീദു ഹുജ്ജത്തുൻ ബാത്തില. അന്ധമായി പിൻപറ്റുക എന്നുള്ള തഖ്ലീദ് പിഴച്ച തെളിവാണ്. ഒരിക്കലും ദീനിൽ എന്താകില്ല, തഖ്ലീദ് എന്നുള്ളത് പ്രമാണമായി മാറുകയില്ല. എന്നാൽ ഫിഖ്ഹിന്റെ മസായിലുകളിൽ ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള ഒരു കാര്യം, അത് മനസ്സിലാക്കുന്നിടത്ത് സഹാബികളുടെ ഇജ്തിഹാദിൽ വ്യത്യാസം വന്നിട്ടുണ്ട് എങ്കിൽ അതുപോലെയുള്ള മസായിലുകളിൽ രണ്ടഭിപ്രായം വന്നു. അതിൽ അവർക്ക് വിശ്വാസമായിട്ടുള്ള അവൻ വിശ്വസിക്കുന്ന ഒരു ആലിമിനെ, അഥവാ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും തെളിവ് വന്നിട്ടുള്ള സഹാബികൾ ആ വിഷയത്തെ മനസ്സിലാക്കുന്നിടത്ത് അഭിപ്രായ വ്യത്യാസം വരിക, അല്ലെങ്കിൽ അന്നില്ലാത്തൊരു കാര്യം ഖിയാസ് ചെയ്യുമ്പോൾ ആധുനിക കാലത്തുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസം വരിക. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം വരുന്ന ഖുർആനും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ അവർക്ക് വിശ്വാസമുള്ള അല്ലെങ്കിൽ അവർക്ക് തെളിവിനോട് യോജിച്ചായി തോന്നുന്ന ഒരു ഇമാമിനെ പിൻപറ്റുക അല്ലെങ്കിൽ തഖ്ലീദ് ചെയ്യുക എന്നുള്ളത് അനുവദനീയമാണ്. അത് തെറ്റല്ല ഫിഖ്ഹിന്റെ മസായിലുകൾ അങ്ങനെയുള്ള മസലകളിൽ. എന്നാൽ വിശ്വാസ കാര്യങ്ങളിലും അതുപോലെ യാതൊരു പ്രമാണത്തെയും പരിഗണിക്കാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന നിലക്ക് തഖ്ലീദ് ചെയ്യുന്നത് ഒരിക്കലും തെളിവല്ല, അത് ബാത്തിലായ ഹുജ്ജത്താണ് എന്ന് പറയുകയാണ്. അതായിരുന്നു ഈ ഷിർക്കിന്റെ ആളുകൾ പറഞ്ഞിരുന്ന വാദം. നമ്മുടെ നാട്ടിലെ ഷിർക്കിന്റെ ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഷിർക്ക് ചെയ്യുന്ന ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ അവർ പറയും ഈ വാദം, ഞങ്ങൾ കാലങ്ങളായിട്ട് ഞങ്ങളുടെ ഉസ്താദുമാരും ഞങ്ങളുടെ പിതാക്കന്മാരും ഒക്കെ ചെയ്തിരുന്ന കാര്യമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ, ഇതൊക്കെ തെറ്റാണോ നിങ്ങൾ പറയുന്നത് എന്ന് അവർ ഇന്നും പറയുന്ന കാര്യമാണ്. വറദ്ദ അലാ മൻ അബദൽ കവാകിബ വശംസ വൽ ഖമറ. നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞതുപോലെ, ഇതിനു മുമ്പ് വായിച്ചതുപോലെ നക്ഷത്രങ്ങളെ ആരാധിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു. അതിനുള്ള മറുപടി ആയിക്കൊണ്ട് അള്ളാഹു പറഞ്ഞു ബിഖൗലിഹി, സൂറത്തുൽ അഅറാഫിലെ 54-ാമത്തെ ആയത്തിൽ, വശംസ വൽ ഖമറ വൻ നുജൂമ മുസഖറാത്തിൻ ബിഅംരിഹി. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ ഇതെല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും സൂര്യൻ കിഴക്ക് ഉദിച്ച് പടിഞ്ഞാറിൽ അസ്തമിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മുമ്പിൽ സുജൂദ് ചെയ്യാൻ പോവുകയാണ്. അള്ളാഹു തആലയുടെ മുമ്പിൽ സുജൂദ് ചെയ്യുകയാണ് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത്. പിന്നീട് സൂര്യനോട് കിഴക്കിൽ ഉദിക്കാൻ പറയുമ്പോൾ വീണ്ടും ഉദിച്ചു വരുന്നു. അങ്ങനെ ഒരു ദിവസം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, നീ ഇനി പടിഞ്ഞാറിൽ നിന്ന് ഉദിച്ചാൽ മതി എന്നുള്ളത്. അതാണ് ലോകാവസാനത്തിന്റെ അടയാളമായിട്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. വബിഖൗലിഹി, മറ്റൊരായത്ത് സൂറത്ത് ഫുസ്സിലത്തിലെ 37-ാമത്തെ ആയത്തിലാണ്, വമിൻ ആയാതിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അല്ലൈലു വന്നഹാറു വശംസു വൽ ഖമർ, രാവ് പകല് സൂര്യൻ ചന്ദ്രൻ എന്നുള്ളത്. അതായത് അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള മാർഗങ്ങൾ രണ്ടെണ്ണമാണ്. ഒന്ന് അള്ളാഹുവിൻ്റെ മഖ്ലൂഖാത്തുകൾ, അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ. രണ്ട് അള്ളാഹുവിൻ്റെ ആയാത്തുകൾ. അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ എന്ന് പറഞ്ഞാൽ ഈ ആകാശഭൂമികളും അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും. അള്ളാഹുവിൻ്റെ ആയാത്തുകൾ, ഇതിൽ പറഞ്ഞ സൂര്യനും ചന്ദ്രനും രാവും പകലും ഒക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ തന്നെയാണ്. പക്ഷേ ആയാത്തുകൾ എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇവ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അഥവാ രാവും പകലും മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. സൂര്യനും ചന്ദ്രനും മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കൃത്യമായ രീതിയിൽ അതിൻ്റെതായ പ്രവർത്തനത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആയാത്ത് എന്ന് പ്രത്യേകം പറയുന്നത്. ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽഖമർ വസ്ജുദൂ ലില്ലാഹില്ലദീ ഖലഖഹുൻ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, നിങ്ങൾ സൂര്യനോ ചന്ദ്രനോ സുജൂദ് ചെയ്യരുത്. നിങ്ങൾ സുജൂദ് ചെയ്യേണ്ടത് ഇതിനെയെല്ലാം സൃഷ്ടിച്ചവനാണ്. അല്ലദീ ഖലഖഹുൻ, ഇതിനെ സൃഷ്ടിച്ചവൻ ആരാണോ അവനെയാണ്. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അവനെ ആരാധിക്കുന്നുണ്ട് എങ്കിൽ, അഥവാ നിങ്ങൾ യഥാർത്ഥ ഇലാഹിനെ ആരാധിക്കുന്നുണ്ട് എങ്കിൽ ഈ സൂര്യനെയോ ചന്ദ്രനെയോ അല്ല ആരാധിക്കേണ്ടത്. ഇനി മലക്കുകളെയും അതുപോലെ ഈസാ നബി അലൈഹി ഇസ്ലാമിനെയും അള്ളാഹുവിന് സന്താനങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ശിർക്ക് ചെയ്തിരുന്ന ആളുകൾ, അവരുടെ വാദത്തിലുള്ള മറുപടി, വറദ്ദ അലാ മൻ അബദൽ മലായികത വൽ മസീഹ അലൈഹിസ്സലാം, മലക്കുകളെ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ടും ഈസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിൻ്റെ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ടുമെല്ലാം ആരാധിച്ചിരുന്ന ആളുകൾക്കുള്ള മറുപടി, അല അന്നഹും വലദുല്ലാ, അള്ളാഹുവിൻ്റെ മകനാണെന്ന് പറഞ്ഞതിന് ബിഖൗലിഹി തആല, അല്ലാഹു തആല സൂറത്തുൽ മുഅ്മിനൂനിലെ 91-ാമത്തെ ആയത്തിൽ പറഞ്ഞു, മത്തഖദല്ലാഹു മിൻ വലദിൻ, അല്ലാഹു തആല ഒരു സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല. വബിഖൗലിഹി, മറ്റൊരായത്ത് സൂറത്തുൽ അൻആമിലെ 101-ാമത്തെ ആയത്താണ്, അന്നാ യകൂനു ലഹു വലദുൻ വലം തകുൻ ലഹു സാഹിബ, എങ്ങനെയാണ് അള്ളാഹുവിന് ഒരു സന്താനം ഉണ്ടാവുക, അള്ളാഹുവിന് ഒരു ഇണയില്ലാതിരിക്കെ.
അള്ളാഹുവിന് ഒരു ഇണയില്ലാതിരിക്കുക എങ്ങനെയാണ് ഒരു സന്താനം ഉണ്ടാവുക? അഥവാ ഇണയും സന്താനവും അള്ളാഹുവിന് ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹുവിന് യോജിച്ചതല്ല, അള്ളാഹുവിന് അങ്ങനെ ഇല്ല. വബിഖൗലിഹി, മറ്റൊന്ന് സൂറത്തുൽ ഇഖ്ലാസിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ചോദിച്ചപ്പോൾ ഇറങ്ങിയ സൂറത്താണ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അള്ളാഹു തആല ജനിച്ചവനല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന് സന്താനങ്ങൾ ജനിച്ചിട്ടില്ല, അള്ളാഹു വേറൊരാളുടെ മകനായി ജനിച്ചതുമല്ല, അള്ളാഹുവിനെ പോലെ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു സന്താനം ഉണ്ടാവുക എന്നുള്ള അള്ളാഹു ധാരാളം ആയത്തുകളൂടെ റദ്ദ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഫസ്ലിന്റെ ഉദ്ദേശം അള്ളാഹു റബ്ബാണ് എന്ന് പറയുമ്പോൾ ആ റബ്ബായ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നിടത്ത് പിഴച്ച വാദങ്ങൾ വെച്ചിട്ടുള്ള ആളുകൾ ആ റബ്ബ് എന്നുള്ള സ്ഥാനത്തിന് വേറെ പലരെയും പങ്കു ചേർത്തിട്ടുള്ള ആളുകൾ ഷിർക്കിലേക്ക് വന്നു വീണു. ആ ഷിർക്ക് ചെയ്ത ആളുകൾക്കുള്ള മറുപടി ആയിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ തരത്തിലുള്ള ഷിർക്കിനെയും പ്രത്യേകം അള്ളാഹു തആല അതിനെ റദ്ദ് ചെയ്ത് ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഫസ്ൽ റുബൂബിയത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളിൽ അടുത്ത ഫസ്ൽ വരുന്നത് അൽ ഫസ്ലു സാലിസ് അൽ കൗനു വഫിത്രതുഹു ഫിൽ ഖുദൂഇ വത്വാഅതി ലില്ലാഹ്. അൽ കൗനു, കൗൻ എന്ന് പറഞ്ഞാൽ ഈ ലോകം, അള്ളാഹുവിന് പുറമേ ഉള്ള ഈ ആലം, ആകാശഭൂമികൾ, ഇതിന്റെ സംവിധാനങ്ങൾ. വഫിത്രതുഹു, അതുപോലെ തന്നെ അതിന്റെ ഫിത്രത്ത്, അതിന്റെ പ്രകൃതി, ഈ ലോകത്തിന്റെയും അതിന്റെ പ്രകൃതിയും. ഫിൽ ഖുദൂഇ വത്വാഅതി ലില്ലാഹ്, അല്ലാഹ് ഖുദൂ എന്ന് പറഞ്ഞാൽ താഴ്മ, അതുപോലെ തന്നെ ത്വാഅത്ത് അനുസരണം. ഖുദൂ എന്ന് പറഞ്ഞാൽ താഴ്മ, വിധേയത്വം എന്ന അർത്ഥത്തിൽ. അപ്പോ ഈ ലോകവും അത് പ്രകൃതിയാ തന്നെ എല്ലാ സൃഷ്ടികളും മനുഷ്യനാവട്ടെ, ജിന്നാവട്ടെ, മൃഗങ്ങളാവട്ടെ, കല്ലും വൃക്ഷവും കടലും മത്സ്യങ്ങളും പക്ഷികളും എല്ലാം ആവട്ടെ, അതെല്ലാം പ്രകൃതിയാ തന്നെ അള്ളാഹുവിന് കീഴൊതുങ്ങുന്ന, അള്ളാഹുവിനെ അനുസരിക്കുന്നവയാണ് എന്നുള്ള അറിയിക്കുകയാണ്. അഥവാ അള്ളാഹുവിന്റെ റുബൂബിയത്തിന്റെ പരിപൂർണതയെ അറിയിക്കുകയാണ്. ഇന്ന ജമീഅൽ കൗനി ബിസമാഇഹി വ അർദിഹി, ഈ ലോകം മൊത്തം, ലോകം എന്ന് പറഞ്ഞാൽ ഭൂമിയും ആകാശവും വിശദീകരിച്ചു പറയാണ്. ബിസമാഇഹി, അതിന്റെ ആകാശം, വ അർദിഹി ഭൂമി, വ അഫ്ലാക്കിഹി, അഫ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാലക്സികൾ, അതുപോലെയുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ. വഖവാകിബിഹി, അതിലുള്ള നക്ഷത്രങ്ങൾ, അതിന്റെ ആ രീതിയിലുള്ള ആകാശത്തുള്ള കാര്യങ്ങൾ. വദവാബിഹി, മൃഗങ്ങൾ. വശജരിഹി, വൃക്ഷങ്ങൾ. വമദരിഹി, അതിനകത്തുള്ള ഭൂമികൾ, നാടുകൾ, സ്ഥലങ്ങൾ. വബർരിഹി, കര. വബഹ്രിഹി, കടൽ. വമലായികതിഹി, മലക്കുകൾ. വജിന്നിഹി, ജിന്ന് വർഗം. വഇൻസിഹി, മനുഷ്യവർഗം. കുല്ലുഹു ഖാദിഉൻ ലില്ലാഹ്, ഇതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താണ്? അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കീഴൊതുങ്ങിയതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അള്ളാഹുവിന് കീഴൊതുങ്ങിയതാണ്. മുതീഉൻ ലി അംരിഹിൽ കൗനി, അതുപോലെ തന്നെ കൗനിയായ അമ്രിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നതാണ്. അഥവാ അള്ളാഹുവിന്റെ അമ്ര, കൽപ്പന എന്നുള്ളത് രണ്ട് തരത്തിലുണ്ട്. കൗനിയായതുമുണ്ട്, ശർഈയായതുമുണ്ട്. കൗനിയായ അമ്രുമുണ്ട്, ശർഈയായ അമ്രുമുണ്ട്. കൗനിയായ അമ്ര എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള ഈ ആകാശ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ, അഥവാ മഴ വർഷിക്കണം, ഒരാൾ ജനിക്കണം, ഒരാൾ മരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ശർഈയായ അമ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിയായിട്ട്, അഥവാ പ്രവർത്തിക്കണം, മനുഷ്യന്റെ മേലെ കൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഒരാൾ നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, അതുപോലുള്ള കാര്യങ്ങൾ. ഇതിൽ കൗനിയായ അമ്രുകൾ അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നതും ഉണ്ടാകും, ഇഷ്ടപ്പെടാത്തതും ഉണ്ടാകും. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും അതിലുണ്ടാവും, ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും ഉണ്ടാവും. ശർഈയായ അമ്രിൽ എന്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ? അള്ളാഹു തആല ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ കൗനിയായ അമ്ര നടക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അള്ളാഹു തആല ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നടക്കുക, ആ അമ്ര അള്ളാഹു തആല കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നടക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ശർഈയായ അമ്ര നടക്കൽ നിർബന്ധമില്ല. കാരണം അള്ളാഹു തആല നിസ്കരിക്കാൻ കൽപ്പിച്ച് എല്ലാവരും നിസ്കരിച്ചോളണമെന്നുണ്ടോ? ഇല്ല. നോമ്പ് നോൽക്കാൻ കൽപ്പിച്ച് എല്ലാവരും നോമ്പ് നോറ്റോളണമെന്നുണ്ടോ? ഇല്ല. അത് നിർബന്ധമില്ല നടക്കൽ. അപ്പൊ അതാണ് അമ്രുൻ കൗനി, അമ്രുൻ ശർഈ എന്ന് പറയുന്നത്. ഖാല തആല, അപ്പോൾ ഇവിടെ പറഞ്ഞത് ഈ കൗനിയായിട്ടുള്ള അള്ളാഹുവിന്റെ കൽപ്പന, അഥവാ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലുള്ള അള്ളാഹുവിന്റെ കൽപ്പനയിൽ എല്ലാവരും, ഈ ആകാശഭൂമികൾക്കകത്തുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനനുസരിക്കുന്നു. അതിന് ചില ദലീലുകൾ കൊടുക്കുകയാണ്. സൂറത്ത് ആലി ഇമ്രാനിലെ 83-ാമത്തെ ആയത്തിൽ കാണാം, വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ് തൗഅൻ വകർഹൻ, ഈ അള്ളാഹുവിന് കീഴൊതുങ്ങിയതാണ് ആകാശഭൂമിയിലുള്ളതെല്ലാം. തൗഅൻ, ഒന്നെങ്കിൽ സ്വമേധയാ, സ്വന്തം ഇഷ്ടപ്രകാരം, അഥവാ ഒരു മുസ്ലിം അവൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നു, നിസ്കരിക്കുന്നു, ഒക്കെ എന്താണ് അവന്റെ ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ്. വകർഹൻ, അല്ലെങ്കിൽ നിർബന്ധിതനായിട്ട്.
ഇപ്പോൾ ചൂടും തണുപ്പും രാവും പകലും രോഗവും ഒക്കെ വരുന്നത്, അത് എന്താണ് നിർബന്ധമായി അവൻ്റെ മേലെ നടന്നേ പറ്റുള്ളൂ. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ തൗഅൻ അൽ കർഹൻ, ഈ രണ്ടാലൊരു തരത്തിൽ, അല്ലെങ്കിൽ അവൻ ഈ ആകാശഭൂമികൾക്കകത്തുള്ളതെല്ലാം അള്ളാഹുവിന് കീഴൊതുങ്ങിയിട്ടുണ്ട്. വക്കാലത്ത് ഇവിടെ അസ്ലമ എന്നുള്ള പദം ഉപയോഗിക്കുമ്പോഴും ഇസ്ലാമും രണ്ട് തരത്തിലുണ്ട്. ഇസ്ലാമുൽ കൗനി, ഇസ്ലാമുൽ ശർഈ എന്നും വേറെ പല പേരിലും പറയും. അഥവാ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ കാര്യങ്ങളിൽ ഒരാൾ അള്ളാഹുവിന് കീഴൊതുങ്ങിയിട്ടുണ്ട്, അതിൽ സംശയമല്ല. എന്നാൽ ദീനിയായിട്ടുള്ള കീഴൊതുങ്ങൽ വരുമ്പോഴാണ് യഥാർത്ഥ ഇസ്ലാം എന്നുള്ള അർത്ഥത്തിൽ വരുന്നത്. വഖാലത്ത് തആല മറ്റൊരായത്ത് സൂറത്തുൽ ബഖറയിലെ 116-ാമത്തെ ആയത്ത്, ബല്ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് കുല്ലു ലഹു ഖാനിതൂൻ. ബല്ലഹു മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ളതെല്ലാം അവൻ്റേതാണ്. കുല്ലു ലഹു ഖാനിതൂൻ, എല്ലാവരും അവന് കീഴൊതുങ്ങിയവരാണ്. മറ്റൊരായത്ത് സൂറത്ത് നഹ്ലിലെ 49-ാമത്തെ ആയത്ത്, വലില്ലാഹി യസ്ജുദു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി മിൻ ദാബത്തിൻ വൽ മലായികതു വഹും ലാ യസ്തക്ബിറൂൻ. അള്ളാഹുവിനെ എല്ലാ ആകാശഭൂമികൾക്കകത്തുള്ള എല്ലാം സുജൂദ് ചെയ്യുന്നു, മൃഗങ്ങളുമെല്ലാം, മലക്കുകൾ, അവർ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ ഒരു അഹങ്കാരവും കാണിക്കുന്നില്ല. സൂറത്തുൽ ഹജ്ജിലെ 18-ാമത്തെ ആയത്തിൽ, അലം തറ അന്ന അല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വശജറു വദ്ദവാബു വകസീറുൻ മിനൻ നാസ്. അള്ളാഹു പറയാണ്, നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ, നീ കാണുന്നില്ലേ, അള്ളാഹുവിന് ഈ ആകാശങ്ങളിലുള്ള അതുപോലെ ഭൂമിയിലുള്ള എല്ലാം അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. അതിൽ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, പർവ്വതങ്ങൾ, വൃക്ഷങ്ങൾ, മൃഗങ്ങൾ, ജനങ്ങളിൽ അധിക പേരും സുജൂദ് ചെയ്യുന്നുണ്ട്. അതുപോലെ സൂറത്ത് റഅദിലെ 15-ാമത്തെ ആയത്തിൽ, വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വൽ അർദ് തൗഅൻ വകർഹൻ വദിലാലുഹും ബിൽ ഗുദൂവി വൽ ആസാൽ. അള്ളാഹുവിനെ സുജൂദ് ചെയ്യുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിൽ പിന്നെ പറയുകയാണ്, എല്ലാ സൃഷ്ടികളും സുജൂദ് ചെയ്യുന്നുണ്ട്. അതിനെ വിശദീകരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഫകുല്ലു ഹാദിഹിൽ കാഇനാതി വൽ അവാലിം, ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുൻഖാദത്തുൻ ലില്ലാഹ്, അള്ളാഹുവിന് കീഴൊതുങ്ങിയവരാണ്. ഖാദിഅത്തുൻ ലിസുൽത്താനിഹി, അള്ളാഹുവിൻ്റെ ആധിപത്യത്തിൽ അധികാരത്തിന് മുമ്പിൽ വിനയം കാണിക്കുന്നവരാണ്, താഴ്മ കാണിക്കുന്നവരാണ്. തജ്രി വഫ്ഖ ഇറാദതിഹി, അള്ളാഹുവിൻ്റെ ഉദ്ദേശം എന്താണോ ആ ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് അത് നടക്കുന്നതാണ്. എന്താണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുകൊണ്ട്. വതൗഅ അംരിഹി, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരാണ്. ലാ യസ്തഅസി അലൈഹി മിൻഹാ ഷൈഉൻ, ഒന്നും തന്നെ അള്ളാഹുവിനെ ഈ അർത്ഥത്തിൽ ധിക്കരിക്കുന്നില്ല, അനുസരണക്കേട് കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആലോചിച്ചാൽ മതി. ഇപ്പോൾ ഭൂമിയിൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ മേലെ അള്ളാഹു ഒരു രോഗം വിധിച്ചു എന്ന് വിചാരിക്കുക, നമുക്ക് ധിക്കരിക്കാൻ പറ്റുമോ? അത് എനിക്കിപ്പോൾ രോഗം വരാൻ പാടില്ല പറയാൻ പറ്റുമോ? പറ്റൂല. അതുപോലെ തന്നെ ഇപ്പം ഭൂമിയിൽ മഴ വർഷിക്കുകയാണ്, അപ്പോൾ കുറച്ച് ആളുകൾ പറയാം എനിക്കിവിടെ മഴ പെയ്യാൻ പറ്റൂല, സാധിക്കില്ല. അതൊക്കെ ഒരാളും അതിനെ എതിർക്കാൻ സാധിക്കില്ല. തഖൂമു ബി വദാഇഫിഹാ, അത് അതിൻ്റെതായ ആ രീതിയിൽ എന്താണോ അതിൻ്റെ ഓർഡർ, അതിൻ്റെ രീതി അതിൽ നടന്നുകൊണ്ടേയിരിക്കും. വതുഅദ്ദി നതായിജഹാ ബിനിദാമിൻ ദഖീഖിൻ, അത് വളരെ സൂക്ഷ്മമായ ഒരു സിസ്റ്റം ആയിക്കൊണ്ട് അതിൻ്റെ അനന്തരഫലം എന്താണോ അത് നടന്നുകൊണ്ടേയിരിക്കും. അതായത് ഒരു കൃത്യമായ ഓർഡറിൽ ആ കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. വതുനസ്സിഹു ഖാലിഖഹാ അനിൻ നഖ്സി വൽ അജ്സ് വൽ ഐബ്, ഈ സൃഷ്ടികളെല്ലാം ചെയ്യുന്ന എന്താണ്, പിന്നെ ഈ സൃഷ്ടികളെല്ലാം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൃഷ്ടാവിനെ എല്ലാ ന്യൂനതകളിൽ നിന്നും കുറവിൽ നിന്നും ഒഴിവാക്കുന്നു, അഥവാ അള്ളാഹുവിനെ ഒഴിവാക്കുന്നു. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു സൂറത്തുൽ ഇസ്രായിലെ 44-ാമത്തെ ആയത്തിൽ, തുസബ്ബിഹു ലഹുസ് സമാവാതി സബ്ഉ വൽ അർളു വമൻ ഫീഹിൻ, 7 ആകാശവും അതുപോലെ തന്നെ ഭൂമികളും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു, അതിനകത്തുള്ളതെല്ലാം. വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, ഒന്നും തന്നെ ഇല്ല അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യാതെ, പക്ഷേ നിങ്ങൾക്ക് ആ തസ്ബീഹ് എന്താകുന്നില്ല, മനസ്സിലാകുന്നില്ല എന്ന് മാത്രം. അഥവാ ഒരു പാറക്കല്ലാവട്ടെ, ഒരു വൃക്ഷമാവട്ടെ, ഒരു പക്ഷിയാവട്ടെ, ഒരു മത്സ്യമാവട്ടെ, എല്ലാ ജന്തുജീവജാലങ്ങളും അള്ളാഹുവിന് എന്ത് ചെയ്യുന്നുണ്ട്, തസ്ബീഹ് ചെയ്യുന്നുണ്ട്. തസ്ബീഹ് എന്ന് പറഞ്ഞാൽ എന്താ, തൻസീഹ, അള്ളാഹുവിന് ആരോപിക്കപ്പെടുന്ന ന്യൂനതകളിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ് എന്ന് പറയലാണ് തസ്ബീഹിന്റെ അർത്ഥം. സുബ്ഹാൻ അള്ളാഹ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം, അള്ളാഹുവിന്റെ മേലെ എന്തെല്ലാം ന്യൂനതകൾ ആരെല്ലാം ആരോപിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്നുണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ് എന്ന് പറയലാണ് സുബ്ഹാൻ അള്ളാഹ് എന്നുള്ളത്. അപ്പൊ എല്ലാ ജന്തുജീവജാലങ്ങളും അള്ളാഹുവിനെ തസ്ബീഹ് നടത്തുന്നുണ്ട്. എന്താണ് എല്ലാ സൃഷ്ടികൾക്കുമുള്ള അള്ളാഹുവിന്റെ തസ്ബീഹ് എന്താണ്, അള്ളാഹുവിന്റെ തസ്ബീഹ് ചെയ്യുന്ന വാക്ക് എന്താണ്, എല്ലാ ജന്തുജീവജാലങ്ങളും മലക്കുകളും എല്ലാം ചെയ്യുന്ന വാക്ക് എന്താണ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ളതാണ്.
ഫഹാദിഹിൽ മഖ്ലൂഖാത്ത്, ഈ പറഞ്ഞ സൃഷ്ടികൾ, ഇപ്പൊ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ അല്ലെങ്കിൽ ഈ ആകാശഭൂമികൾക്കകത്തുള്ള സൃഷ്ടികൾ, സ്വാമിതുഹ വനാത്തിഖുഹ, അതിൽ സംസാരശേഷി ഇല്ലാത്തത്, സംസാരശേഷി ഉള്ളത്, അത് പിന്നെ ജാമിദായിട്ടുള്ള കല്ലും മണ്ണും അതുപോലുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ മനുഷ്യരെ പോലെ സംസാരിക്കുന്ന അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കുന്ന ജീവികൾ, വഹയ്യുഹ വമയ്യിതുഹ, ജീവൻ ഉള്ളതായി നാം പരിഗണിക്കുന്നവ, മയ്യിത്തായ ജീവനില്ലാത്തതായി നാം പരിഗണിക്കുന്ന സാധനങ്ങൾ, കുല്ലുഹ മുതീഅത്തുൻ ലില്ലാഹ്, ഇതെല്ലാം അല്ലാഹുവിനെ അനുസരിക്കുന്നവരാണ്. മുൻഖാദത്തുൻ ലിഅംരിഹിൽ കൗനി, കൗനിയായ അള്ളാഹുവിന്റെ കൽപ്പനയെ അനുസരിച്ച് പിൻപറ്റുന്നവരാണ്. ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് അമ്രുൽ കൗനി എന്ന് പറയാനുള്ള കാരണം എന്താ? അമ്രു ശർഈ എല്ലാവരും അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ ഇവിടെ കാഫിരികൾ ഉണ്ടാവില്ലല്ലോ. അമ്രു ശർഈ എന്തില്ല, എല്ലാവരും ഈ ലോകത്ത് അംഗീകരിക്കുന്നില്ല. പക്ഷെ അമ്രും കൗനിയുടെ കാര്യമാണ് പറയുന്നത്. വകുല്ലുഹാ തുനസ്സിഹു അല്ലാഹ അനിൻ നഖായിസ് വൽ ഉയൂബി ബിലിസാനിൽ ഹാലി വലിസാനിൽ മഖാൽ, ഈ എല്ലാ സൃഷ്ടികളും അള്ളാഹുവിനെ ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും പരിശുദ്ധപ്പെടുത്തുന്നു. ഒന്നെങ്കിൽ ബിലിസാനിൽ ഹാൽ, ലിസാനിൽ ഹാൽ എന്ന് പറഞ്ഞാൽ അവന്റെ അവസ്ഥകളിലൂടെ അഥവാ പ്രവർത്തനങ്ങളിലൂടെയോ ആ രീതിയിലോ, വലിസാനിൽ മക്കാൽ എന്ന് പറഞ്ഞാൽ വാചികമായിട്ട് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ ഒരാള് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് ഒരു തരത്തിൽ തസ്ബീഹാണ്, അള്ളാഹുവിനെ പിന്നെ പരിശുദ്ധപ്പെടുത്തലാണ്, അള്ളാഹുവിനെ ദിക്ർ ചെയ്യലാണ്. അതെന്താ? ലിസാനുൽ ഹാലാണ്, അവനൊന്നും പറയുന്നില്ല. ലിസാനുൽ മക്കാൽ എന്ന് പറഞ്ഞാൽ വാക്ക് വാചികമായിട്ട്, ഇപ്പോൾ സുബ്ഹാൻ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ലിസാനുൽ മക്കാലാണ്. അതാ വ്യത്യാസം. ഫകുല്ലമാ തദബ്ബറൽ ആഖിലു ഹാദിഹിൽ മഖ്ലൂഖാത്ത്, ഒരു ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ഈ സൃഷ്ടികളെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ, തദബ്ബുറുള്ളവനായി കഴിഞ്ഞാൽ, ആലോചിച്ചു കഴിഞ്ഞാൽ, അലിമ അന്നഹാ ഖുലിഖത് ബിൽ ഹഖ് വലിൽ ഹഖ്, അവന് ബോധ്യപ്പെടും ഈ കാണുന്ന സൃഷ്ടികളെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ഒരു ഹക്ക് കൊണ്ടും ഒരു ഹക്കിന് വേണ്ടിയിട്ടുമാണ്. അഥവാ ഉദ്ദേശം അള്ളാഹു സുബ്ഹാനഹു വ തആല ആണ് അതിനെ സൃഷ്ടിച്ചിട്ടുള്ളത്, അതിന്റെ നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ്, അതിന്റെ എല്ലാ അധികാരവും അള്ളാഹുവിന്റെ കയ്യിലാണ്. ലിൽ ഹക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ്, ഒരു ഹക്കിന് വേണ്ടിയാണ്. അഥവാ അവർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് എന്നുള്ളത്, അഥവാ വെറുതെ അല്ല എന്നുള്ളത്. വെറുതെ അല്ല, ഈ സൃഷ്ടിച്ചത് അതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്, അല്ലെങ്കിൽ സൃഷ്ടാവുണ്ട്, അതിന്റെ നിയന്ത്രണം ഒരാളുടെ കയ്യിലാണ്. ഈ സൃഷ്ടിച്ചതുകൊണ്ട് ചില ഉദ്ദേശങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളും ബോധ്യപ്പെടും. മുസഖറാത്തുൻ, അതെല്ലാം കൃത്യമായി അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. ലൈസ ലഹാ തദ്ബീറുൻ വലസ്തിഅസാഉൻ അൻ അംരി മുദബ്ബിരിഹാ, ഈ മുദബ്ബിറായതിനെ നിയന്ത്രിക്കുന്ന അള്ളാഹുവിന്റെ കൽപ്പനയെ എതിർക്കാനോ എതിർത്ത് നിൽക്കാനോ അല്ലെങ്കിൽ അതല്ലാത്തൊരു നിയന്ത്രണം, അതല്ലാത്തൊരു രീതിയിൽ ഈ കാര്യങ്ങൾ ചെയ്യാനോ അവർക്ക് സാധിക്കില്ല. ഫൽ ജമീഉ മുഖിറൂന ബിൽ ഖാലിഖ് ബിഫിത്രതിഹിം, എല്ലാ സൃഷ്ടികളും ഈ സൃഷ്ടാവുണ്ട് എന്നുള്ളതിനെ പ്രകൃതിയാ തന്നെ അംഗീകരിക്കുന്നുണ്ട്. അഥവാ ഇതിനൊക്കെ ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളത് പ്രകൃതിയ അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഖാല ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ, ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മജ്മൂ ഫത്താവയിൽ പറഞ്ഞ, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെ, അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ, അള്ളാഹുവിന് കീഴൊതുങ്ങുന്നതിന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി തരുന്ന ചില വാക്കുകൾ കാണാം. വഹും ഖാദിഊന മുസ്തസ്ലിമൂന ഖാനിതൂന മുൽത്തറൂന മിൻ വുജൂഹിൻ, ഈ സൃഷ്ടികളെല്ലാം അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ടും അള്ളാഹുവിനെ അനുസരിക്കുന്നവരും അള്ളാഹുവിന് വിനയം കാണിക്കുന്നവരും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരുമായിട്ടുള്ളവരാണ്. പല വജ്ഹിൽ, പല രീതിയിൽ. മിൻഹ, അതിൽപ്പെട്ടതാണ് ഇൽമുഹും ബിഹാജതിഹിം വദറൂറതിഹിം ഇലൈഹി, അവർ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ് എന്നും അള്ളാഹുവിലേക്ക് എന്തായാലും അള്ളാഹു അല്ലാതെ മറ്റൊന്നിലേക്ക് അവർക്ക് മടങ്ങാൻ പറ്റില്ല എന്നുള്ള ആ അറിവ് അവർക്കുണ്ട്. അഥവാ നമ്മൾ ആലോചിച്ച് നോക്കിയും, മനുഷ്യന്റെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യന് ബുദ്ധിയുണ്ട്, ചിന്തിക്കാനുള്ള ശേഷിയുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ വിചാരിക്കും എൻ്റെ ഉപജീവനം ഞാൻ സമ്പാദിച്ചുണ്ടാക്കിയിട്ട് വേണം എനിക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ ജോലി കച്ചവടം ഇതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്, ആ നിലക്കൊക്കെ ചിന്തിക്കാം. എന്നാൽ നമ്മൾ ആലോചിച്ച് നോക്കിയും, എത്ര ജീവികളുണ്ട് ഇവിടെ, വേറെ ലോകത്ത് എത്ര ജീവികളുണ്ട്? അവർക്കെല്ലാം, ചില ജീവികളെ പറ്റി ആലോചിച്ച് നോക്കിയാൽ നമ്മൾ അത്ഭുതപ്പെടും. അവർക്കുള്ള റിസ്ക് അല്ലാഹു തആല അവരുടെ മുമ്പിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഏത് നിലക്കും ഏതൊരു സൃഷ്ടിയും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ് എന്നുള്ള അറിവിലൂടെ അവർ അള്ളാഹുവിന് മുമ്പിൽ കീഴൊതുങ്ങുന്നു. വമിൻഹ, അതിൽപ്പെട്ടതാണ് ഖുദൂഉഹും വസ്തിസ്ലാമുഹും ലിമാ യജ്രി അലൈഹിം മിൻ അഖ്ദാരിഹി വമശീഅതിഹി, അതുപോലെ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ് എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടുന്ന മറ്റൊരു സന്ദർഭമാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന് കീഴൊതുങ്ങേണ്ടി വരുന്ന, അള്ളാഹുവിന് മുമ്പിൽ താഴ്മ കാണിക്കേണ്ടി വരുന്ന ഒരു സന്ദർഭമാണ്
അള്ളാഹുവിൻ്റെ ഖദർ, വിധി, അള്ളാഹുവിൻ്റെ ഉദ്ദേശം അവരുടെ മേലെ സംഭവിക്കുമ്പോൾ. അതായത് നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്താലും, എന്തൊക്കെ സൗകര്യങ്ങൾ നമുക്കുണ്ടെങ്കിലും, എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും, അള്ളാഹു തആലയുടെ ഒരു കാര്യം അള്ളാഹു ഒരു കാര്യം നമ്മുടെ മേലെ വിധിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതവിടെ സംഭവിക്കും. നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ അതിൽ കീഴൊതുങ്ങല വേറെ വഴിയില്ല. നമ്മുടെ രോഗം തന്നെ ആലോചിച്ചാൽ മതി. രോഗം വലിയൊരു ഇബറത്താണ്. നമ്മൾ ചിലപ്പോൾ നാളെ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് നിൽക്കുകയായിരിക്കും. നമ്മുടെ ജോലി ഉണ്ടാവും, കുടുംബം ഉണ്ടാവും, വേറെ പല കാര്യങ്ങളുണ്ടാവും. നമുക്ക് മാരകമായൊരു രോഗം വന്നു വിചാരിക്കുക, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വന്നു വിചാരിക്കുക, ഒന്നിനും കഴിയാത്ത അവസ്ഥയിലായി വിചാരിക്കുക. അവിടെ എന്താണ് അത് കീഴൊതുങ്ങല്ലാതെ വഴിയില്ല അവന്. അപ്പം അങ്ങനെ പല കാര്യങ്ങളിൽ, ഇതൊരു ഉദാഹരണം മാത്രമാണ്, പല കാര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ ഖദറിന് മുമ്പിൽ കീഴൊതുങ്ങുന്നതിലൂടെ. ഒമിൻഹ, അതുപോലെ തന്നെ അള്ളാഹുലേക്ക് ആവശ്യക്കാരനാണെന്ന് മനസ്സിലാകുന്ന മറ്റൊരു സന്ദർഭമാണ് ദുആഉഹും ഇയ്യാഹു ഇൻദൽ ഇൽതിറാർ. മുൽത്തറാകുന്ന അഥവാ ഒരു രക്ഷയുമില്ലാതെ അകപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങൾ, അഥവാ ഭൗതികമായിട്ടുള്ള ഒരു കാരണവും ഇല്ലാത്ത, മുൻപിലില്ലാത്ത സന്ദർഭത്തിലെല്ലാം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന സമയത്ത്, അഥവാ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും, ചിലപ്പോൾ ചില വലിയ നിരീശ്വരവാദികളുടെ ജീവിതത്തിലൊക്കെ ഈ നിലക്ക് സംസാരം ഉണ്ടായിട്ടുണ്ട് കേൾക്കാം. വലിയ നിരീശ്വരവാദം പറഞ്ഞുകൊണ്ട് ജീവിച്ചു പോയിട്ടുള്ള ആളുകൾ അവരുടെ ചില നിർണായക ഘട്ടങ്ങളിൽ നമുക്ക് അവരുടെ ഭാഷയിൽ ഒരു ശക്തി എന്നുള്ള നിലക്ക്, ദൈവം എന്നുള്ള പ്രയോഗത്തിൽ അവർ പറയുന്നു. നമ്മളിവിടെ റുബൂബിയത്താണ് പറയുന്നത്, ഒരു ഖാലിഖ് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നതെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം എന്നുള്ള നിലക്ക് അവരുടെ ഭാഷയിൽ അവർ പറയാറുണ്ട്. അഥവാ ഒരു സൃഷ്ടാവുണ്ട്, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരാളുണ്ട് എന്നുള്ളത് എല്ലാവരും പ്രകൃതിയെ അംഗീകരിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഘട്ടങ്ങളിലൊക്കെ അവർ അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ്. എന്നിട്ട് പറയുകയാണ് വൽ മുഅ്മിനു യഖ്ദഉ ലി അംരി റബ്ബിഹി തൗഅൻ. എന്നാൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അവന്റെ റബ്ബിനെ തൗഅൻ എന്ന് പറഞ്ഞാൽ അവൻ്റെതായ ഇഷ്ടത്തിൽ, അവൻ്റെതായ ഉദ്ദേശത്തിൽ അനുസരിക്കുന്നവനാണ്, കീഴൊതുങ്ങുന്നവനാണ്. വകദാലിക ലിമാ യുഖദ്ദിറുഹു അലൈഹി മിനൽ മസായിബ്. അതുപോലെ തന്നെ അവന് ബാധിക്കുന്ന മുസീബത്തുകളുടെ വിഷയത്തിലാവട്ടെ, ഫഇന്നഹു യഫ്അലു ഇൻദഹാ മാ ഉമിറ ബിഹി മിനസ് സബ്രി വഗൈരിഹി തൗഅൻ. ഇനിയിപ്പോൾ ഒരു സംശയം ഉണ്ടാവും, മുസീബത്തുകൾ ഇപ്പോൾ മുഅ്മിനും ബാധിക്കുന്നുണ്ടല്ലോ, കൗനിയായത് എല്ലാവർക്കും ഒരുപോലെയാണ്. പക്ഷെ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവന് മുസീബത്ത് ബാധിച്ചാൽ അതിലെങ്ങനെയാണ് ക്ഷമിക്കേണ്ടത് എന്ന നിലക്കാണ് അവൻ എന്ത് ചെയ്യുക, അവന് കീഴൊതുങ്ങുക. അതായത് ഒരു മുസീബത്ത് ബാധിച്ചു, എന്തെങ്കിലും ഒരു നഷ്ടം ബാധിച്ചു, ഇപ്പോൾ ഒരാളുടെ ഒരു കച്ചവടം, ആ കച്ചവടം നശിച്ചുപോയി, ഒരു ദിവസം കൊണ്ട് കത്തിപ്പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നശിച്ചുപോയി, മക്കൾ മരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നശിച്ചുപോയി. അപ്പോൾ ഒരു കാഫിർ ആണെങ്കിൽ അവൻ എന്താവും, നിരാശപ്പെട്ട് നിലവിളിച്ച് ബഹളമുണ്ടാക്കി അവന് വേറെ പല കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ പല രീതിയിലാകാം. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം മുസീബത്താണ്. പക്ഷെ മുഅ്മിൻ എന്ത് ചെയ്യും, അതിൽ ക്ഷമയുടെ ഭാഗങ്ങൾ അവൻ്റെ തൗഅൻ, അവൻ സ്വമേധയാ അവിടെ കീഴൊതുങ്ങും. അഥവാ അള്ളാഹുവിൻ്റെ കൗനിയായ അമ്ര അവിടെ നടന്നു, പക്ഷേ സ്വമേധയാ അവൻ്റെ അള്ളാഹ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമ അവൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരും. ഫഹുവ മുസല്ലിമുൻ ലില്ലാഹി തൗഅൻ ഖാദിഉൻ ലഹു തൗഅൻ. അവൻ അള്ളാഹുവിന് കീഴൊതുങ്ങിയവനാണ്, അള്ളാഹുവിന് മുമ്പിൽ താഴ്മ കാണിക്കുന്നവനാണ്, അവൻ സ്വമേധയാ അങ്ങനെയാണ്. വൽ കാഫിർ, എന്നാൽ കാഫിറിനെ സംബന്ധിച്ചോ യഖ്ദഉ ലി അംരി റബ്ബിഹിൽ കൗനി. ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ അവൻ അള്ളാഹുവിന് ഖുദൂ കാണിക്കുന്നുണ്ട്. കാരണം അവനത് അംഗീകരിക്കല, അവൻ അതിലൊരു ഓപ്ഷനും ഉണ്ടാവില്ല, അത് അവന് അനുഭവിച്ചേ തീരുള്ളൂ. വസുജൂദ്, അതാ അങ്ങനെയാണ് അവൻ്റെ അവസ്ഥ. വസുജൂദുൽ കാഇനാതി അൽ മഖ്സൂദു ബിഹി, നമ്മൾ നേരത്തെ പറഞ്ഞ ബാക്കിയുള്ള സൃഷ്ടികളുടെ ജന്തുജീവജാലങ്ങളുടെ സുജൂദ് കൊണ്ടുള്ള ഉദ്ദേശം, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അൽ ഖുദൂ ആണ്. സുജൂദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുദൂ ആണ്. ഖുദൂ എന്നുള്ളത് ഇബാദത്തിൻ്റെ ഒരു രീതിയാണ്. ഖുദൂഉം ഖുശൂഉം തമ്മിൽ ചെറിയൊരു വ്യത്യാസമാണുള്ളത്. ഖുശൂ എന്ന് പറഞ്ഞാൽ ഖൽബ് കൊണ്ടുണ്ടാകുന്ന ഭയഭക്തിക്കാണ് ഖുശൂ എന്ന് പറയുക. ഖുദൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം കൊണ്ടും ഖൽബ് കൊണ്ടും മൊത്തത്തിൽ ഉണ്ടാകുന്ന ഒരു ഭയഭക്തിക്കാണ് ഖുദൂ എന്ന് പറയുക. വസുജൂദു കുല്ലി ഷൈഇൻ ബിഹസബിഹി, എല്ലാ ജന്തുജീവജാലങ്ങൾക്കും എല്ലാം അവരുടെ എല്ലാം സുജൂദ് പറഞ്ഞ ഖുദൂ ആണ്. അത് അവർക്ക് യോജിച്ച രീതിയിൽ അവർ ആ സുജൂദ് ചെയ്യുന്നു, അഥവാ ഖുദൂ ഉണ്ടാകുന്നു. സുജൂദുൻ യുനാസിബുഹു യതളമ്മനുൽ ഖുദൂഅ ലിറബ്ബ്, അവർക്ക് യോജിച്ച അഥവാ റബ്ബിന് യോജിച്ച രീതിയിൽ ഖുദൂഇനെ കാണിക്കുന്ന രീതിയിൽ അവർ സുജൂദ് ചെയ്യുന്നു. അഥവാ ഇവിടെ പ്രത്യേകം പറയാനുള്ള കാരണം, എല്ലാ ജന്തുജീവജാലങ്ങളും സുജൂദ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യാണ്, സുജൂദിന്റെ രൂപത്തിൽ നിൽക്കുന്നുണ്ട് എന്നാണോ? അല്ല, അവർ ആ ഖുദൂ കാണിക്കുന്നു എന്നാണ്. വതസ്ബീഹു കുല്ലി ഷൈഇൻ ബിഹസബിഹി ഹഖീഖതൻ ലാ മജാസൻ, എല്ലാ ജന്തുജീവജാലങ്ങൾക്കും തസ്ബീഹ് ഉണ്ട്, അത് യഥാർത്ഥത്തിൽ തന്നെ ഉണ്ട്, അതൊരു സാങ്കല്പികമായി പറഞ്ഞ കാര്യമല്ല. അഥവാ ഏതൊരു
വൃക്ഷവും കല്ലും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. തസ്ബീഹായിട്ട് തന്നെ ചൊല്ലുന്നുണ്ട്. എന്തല്ല, അത് സാങ്കല്പികമായിട്ട് പറഞ്ഞൊരു വാക്കല്ല എന്നുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട സംഭവങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കല്ലും ചെടികളും എല്ലാം സലാം പറഞ്ഞ സംഭവമുണ്ട്. അതുപോലെ അവരുടെ തസ്ബീഹ് കേട്ട സംഭവമുണ്ട്. അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. വഖാല ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞ വേറൊരു വിശദീകരണം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫി ഖൗലിഹി തആല, സൂറത്ത് ആലി ഇമ്രാനിലെ 83-ാമത്തെ ആയത്തിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തിൽ, അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ വലഹു അസ്ലമ, അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ, അല്ലാഹുവിന്റെ ദീനല്ലാതെ മറ്റെന്തെങ്കിലുമാണോ അവർ ആഗ്രഹിക്കുന്നത്? വലഹു, അല്ലാഹുവിന്, അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ് തൗഅൻ വകർഹൻ വഇലൈഹി യുർജഊൻ, ആകാശഭൂമികളുള്ളതെല്ലാം ഒന്നെങ്കിൽ സ്വമേധയാ അവർ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ നിർബന്ധിതരായിക്കൊണ്ട് അള്ളാഹുവിന് കീഴൊതുങ്ങുന്നു, അവനിലേക്കാണ് മടക്കം. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാണ്, ഖാല ഫദക്കറ സുബ്ഹാനഹു ഇസ്ലാമൽ കായിനാതി തൗഅൻ വകർഹൻ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഭൗതികമായിട്ടുള്ള ഈ ജന്തുജീവജാലങ്ങളുടെ എല്ലാം ഇസ്ലാം അഥവാ കീഴൊതുങ്ങൽ രണ്ട് തരത്തിൽ പറയുന്നുണ്ട്. ഒന്ന് തൗഅൻ, സ്വമേധയാ അഥവാ അവരുടെ ഉദ്ദേശപ്രകാരം. രണ്ട് കർഹൻ, നിർബന്ധിതരായിക്കൊണ്ട്. ലിഅന്നൽ മഖ്ലൂഖാത്ത് ജമീഅഹാ മുതഅബ്ബദത്തുൻ ലഹു തഅബ്ബുദത് താം, എല്ലാ ജന്തുജീവജാലങ്ങളും അള്ളാഹുവിനെ ഒരു തഅബ്ബുദ് കാണിക്കുന്നുണ്ട്, അഥവാ ആരാധന കാണിക്കുന്നുണ്ട്, പരിപൂർണമായിട്ടുള്ള ഒരു ആരാധന, അഥവാ ഈ പറഞ്ഞ നിലക്ക്. സവാഉൻ അഖറൽ മുഖിറു ബിദാലിക വൻകറഹു, അതവൻ അംഗീകരിച്ചാലും നിഷേധിച്ചാലും അതെ, എല്ലാവരും ഒരു തരത്തിൽ എന്താണ്? അള്ളാഹുവിന്റെ അബ്ദാണ്. അതായത് എല്ലാം അള്ളാഹുവിന്റെ അബ്ദാണ്. ഒരു കാഫിർ അബൂജഹൽ അള്ളാഹുവിന്റെ അബ്ദാണ്. അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അബ്ദാണ്. അതുപോലെ ഏതൊരു കാഫിർ അള്ളാഹുവിന്റെ അബ്ദാണ്, ഏതൊരു മുസ്ലിമും അള്ളാഹുവിന്റെ അബ്ദാണ്. ആ തഅബ്ബുദ് എല്ലാവരും ഉണ്ട്, അവ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും. വഹും മദീനൂന ലഹു മുദബ്ബറൂൻ, അവരെല്ലാം അവർ ചെയ്ത, മദീനൂൻ എന്ന് പറഞ്ഞാൽ അവർ ചെയ്തതിന് പകരം കിട്ടേണ്ടതായിട്ടുള്ള വിചാരണ ചെയ്ത് പ്രതിഫലം ലഭിക്കപ്പെടുന്ന ആളുകളാണ്. മുദബ്ബറൂൻ, നിയന്ത്രിക്കപ്പെടുന്ന ആളുകളാണ്. ഫഹും മുസ്ലിമൂന ലഹു തൗഅൻ വകർഹൻ, അവർ ഒന്നെങ്കിൽ സ്വമേധയാ അല്ലെങ്കിൽ നിർബന്ധിതരായിട്ട് എന്താണ്? മുസ്ലിമീങ്ങളാണ്. യഥാർത്ഥത്തിലാണ് എല്ലാവരും മുസ്ലിമീങ്ങളാന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കീഴൊതുങ്ങിയവരാണ്, നിർബന്ധിതരായിട്ടെങ്കിലും കീഴൊതുങ്ങിയവരാണ്. വലൈസ ലിഅഹദിൻ മിനൽ മഖ്ലൂഖാതി ഖുറൂജുൻ അമ്മാ ശാഅഹു വഖദ്ദറഹു വഖളാഹു, ഒരു സൃഷ്ടിയുമില്ല അള്ളാഹു വിധിച്ച, തീരുമാനിച്ച, ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് പുറത്താകുന്നവരായിട്ട്. അള്ളാഹുവിന്റെ വിധിയിൽ നിന്ന് ഒരാളും പുറത്തു പോവില്ല. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിഹി, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കഴിവും ശക്തിയുമില്ല. വഹുവ റബ്ബുൽ ആലമീന വമലീകുഹും, അല്ലാഹു തആല എല്ലാ ആലമുകളുടെ റബ്ബും ആധിപത്യമുള്ളവനാണ്, അധികാരിയുമാണ്. യുസർരിഫുഹും കൈഫ യശാ, അവൻ ഉദ്ദേശിക്കുന്ന പോലെ അതിനെ മാറ്റുന്നു. വഹുവ ഖാലിഖുഹും കുല്ലിഹിം, അവൻ എല്ലാത്തിനെയും സൃഷ്ടാവാണ്. വബാരിഉഹും വമുസവ്വിറുഹും, എല്ലാത്തിനെയും, ബാരി എന്ന് പറഞ്ഞാൽ ഖാലിഖ് എന്നുള്ള അർത്ഥത്തിൽ തന്നെ, മുസവ്വിർ എന്ന് പറഞ്ഞാൽ രൂപം നൽകിയവനുമാണ്. വകുല്ലു മാ സിവാഹു ഫഹുവ മർബൂബുൻ മസ്നൂഉൻ, അള്ളാഹു അല്ലാത്ത മറ്റുള്ളതെല്ലാം അള്ളാഹു വളർത്തിക്കൊണ്ടുവരപ്പെടുന്നതും അള്ളാഹുവിനാൽ രൂപം നൽകപ്പെട്ടവരുമാണ്. മർബൂബ് എന്ന് പറഞ്ഞാൽ വളർത്തിക്കൊണ്ടുവരുന്നത്, അള്ളാഹു ആണ് അതിനെ വളർത്തിക്കൊണ്ടുവരുന്നത്. അതുപോലെ മസ്നൂ എന്ന് പറഞ്ഞാൽ നിർമ്മിക്കപ്പെട്ടത്, ആ കോലത്തിലാക്കപ്പെട്ടത്. മഫ്തൂറുൻ ഫഖീറുൻ, അവരുടെ പ്രകൃതി നൽകപ്പെട്ടത്, അവർ ആവശ്യക്കാരാവുന്ന നിലക്ക്. മുഹ്താജുൻ, അവർ ആവശ്യക്കാരാണ്. മുഅബ്ബദുൻ, അള്ളാഹുവിനെ ആരാധിക്കുന്ന നിലക്ക്. മഖ്ഹൂറുൻ, അധികാരപ്പെടുത്തപ്പെട്ട നിലക്ക്, അഥവാ ഇവരെല്ലാം അള്ളാഹുവിന്റെ കീഴിലാണ്. വഹുവ സുബ്ഹാനഹു, അള്ളാഹു ആണെങ്കിലോ അൽ വാഹിദ്, ഏകനാണ്. ഖഹാർ, സർവാധിപനാണ്. ഖാലിഖ്, സൃഷ്ടാവാണ്. അൽ ബാരി, ബാരി എന്നത് സൃഷ്ടാവ് തന്നെയാണ്, പക്ഷെ ഒന്നുമില്ലാത്തതിൽ നിന്ന് സൃഷ്ടിക്കുന്നവൻ എന്നുള്ള ആശയത്തിലാണ് പറയാറ്. അൽ മുസവ്വിർ, രൂപം നൽകുന്നവനാണ്. അള്ളാഹുവിന്റെ നാമങ്ങളെ വെച്ച് പറയുകയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ ഈ ഒരു ഫസ്ലിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആളുകൾ ഷിർക്കിൽ പോകുന്നത് പറഞ്ഞല്ലോ, റുബൂബിയത്തിന്റെ എന്തെങ്കിലും ഒരു അംശം അവരുടെ ഇലാഹുകൾക്ക് വകവെച്ച് കൊടുത്തത് കൊണ്ടാണ് അള്ളാഹു അല്ലാത്ത ആളുകൾ അവർ എന്ത് ചെയ്യുന്നത്? ആരാധിക്കുന്നത്. പക്ഷേ അവരൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ആകാശഭൂമിക അകത്തുള്ള എല്ലാ കാര്യങ്ങളും ഒന്നല്ലെങ്കിൽ വേറൊരു നിലയ്ക്ക് എന്താണ്? അള്ളാഹുവിനെ അനുസരിക്കുന്ന, കീഴൊതുങ്ങുന്ന ആളുകളാണ്. അപ്പൊ അള്ളാഹുവിന്റെ റുബൂബിയത്തിന്റെ പരിപൂർണതയെ മനസ്സിലാക്കി തരാനും എല്ലാവരും അള്ളാഹുവിന് കീഴൊതുങ്ങിയവരാണെന്ന് അറിയിക്കാനുമാണ് ഈ ഫസ്ല് പ്രത്യേകമായി കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇതൊന്നും ഉറ്റാലോചിച്ചാൽ മതി. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവർ ചെയ്യുന്നത് എത്രത്തോളം നിരർത്ഥകമായ കാര്യമാണ് എന്നുള്ളത് ബോധ്യപ്പെടും. ഇൻഷാ അല്ലാഹ് ഇതിൽ തുടർന്നുള്ള ഫസ്ലുകളുണ്ട്, നമുക്ക് അടുത്ത ദർസുകളിൽ വായിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.
വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.